ഹായ് ഫ്രണ്ട്സ്, PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നാം ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നു മുതൽ SCRT ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും നമ്മൾ സ്പെഷ്യലായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് SCRT ബയോളജി ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് ബയോളജി ഡേ ആണ്, നാളെ കെമിസ്ട്രി ഡേ, ഫിസിക്സ് ഡേ, അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകം ഏത്? ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം. അരുണ രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏത്? അരുണ രക്താണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം B12. കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡനാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആര്? അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ്. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഏറ്റവും ചെറിയ കോശം ഏത്? മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ കോശം. ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം എത്ര? 2 എണ്ണമാണ് ക്രമഭംഗത്തിലൂടെ ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളുടെ എണ്ണം. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ് ആണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏത്? മാലിയസ് ആണ് ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏത്? സെറിബ്രം. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏത്? കാൽസിറ്റോണിനാണ് പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏത്? ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. തലച്ചോറിന്റെ ഭാരം എത്ര? 1400 ഗ്രാമാണ് തലച്ചോറിന്റെ ഭാരം. ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പ്രതിപാദിക്കുന്ന സസ്യശാസ്ത്രജ്ഞൻ ആര്? JC ബോസ് ആണ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പ്രതിപാദിക്കുന്ന സസ്യശാസ്ത്രജ്ഞൻ. ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം ഏത്? യൂക്കാലിപ്സ് റെഗ്നൻസ് ആണ് ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം. യൂക്കാലിപ്സ് റെഗ്നൻസ്. സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏത്? പാരൻ കൈമയാണ് സസ്യത്തിന്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകൾ. സസ്യങ്ങളിൽ കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? മർമ്മമാണ് സസ്യങ്ങളിൽ കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. പുകയിലച്ചെടിയിൽ നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത് എവിടെ? വേരിലാണ് പുകയിലച്ചെടിയിൽ നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഫ്ലോയമാണ് ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. തായ് ചെടിയിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യം ഏത്? തായ് ചെടിയിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യമാണ് കരിമ്പ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂവ് ഏത്? ടൈറ്റൻ ആരമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂവ്. ടൈറ്റൻ ആരം. കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യം ഏത്? വാനിലയാണ് കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യം. സസ്യങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ്. സസ്യങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കുന്നത് അബ്സിസിക് ആസിഡ് ആണ്. പ്രകാശത്തിന് നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയാണ് ഡാഷ്. ഫോട്ടോട്രോപ്പിസമാണ് പ്രകാശത്തിന് നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത.
സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത്? വില്ലോ ആണ് ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി. പരുത്തിനാര് ലഭിക്കുന്ന പരുത്തിച്ചെടിയുടെ ഭാഗം ഏത്? പരുത്തിനാര് ലഭിക്കുന്ന പരുത്തിച്ചെടിയുടെ ഭാഗമാണ് കായ്. വിത്തില്ലാത്ത മാതളം ഏത്? ഗണേശാണ് വിത്തില്ലാത്ത മാതളം. മുന്തിരിയുടെ ശാസ്ത്രീയ നാമം എന്ത്? വിറ്റിസ് വിനിഫെറ എന്നാണ് മുന്തിരിയുടെ ശാസ്ത്രീയ നാമം. മാവിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതിനം മാവിനെയാണ്? മാവിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാൽഗോവയാണ്. മഹൌഷധി എന്നറിയപ്പെടുന്നത് എന്ത്? ഇഞ്ചിയെയാണ് മഹൌഷധി എന്നറിയപ്പെടുന്നത്. പേപ്പട്ടി വിഷബാധയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? അങ്കോലമാണ് പേപ്പട്ടി വിഷബാധയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധ സസ്യം. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് സസ്യത്തെയാണ്? കൃഷ്ണ തുളസിയെയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. മൂക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്? മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള ജീവി ഏത്? നീരാളിയാണ് കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറമാറാൻ കഴിവുള്ളത്. ഞണ്ടിന്റെ കാലുകളുടെ എണ്ണം എത്ര? ഞണ്ടിന്റെ കാലുകളുടെ എണ്ണം 10 ഭൂമിയിലെ ആകെ ജീവിവർഗത്തിലെ എത്ര ശതമാനമാണ് ഷഡ്പദങ്ങൾ കാണുന്നത്? ഭൂമിയിലെ ആകെ ജീവിവർഗത്തിലെ 70% ഷഡ്പദങ്ങളാണ്. 70% ഷഡ്പദങ്ങളാണ്. ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പദം ഏത്? ഭൂമുഖത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പദമാണ് വണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം ഏത്? വെയിൽ ഷാർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം. ഏറ്റവും വലിയ മത്സ്യം വെയിൽ ഷാർക്കാണ്. ഏറ്റവും വലിയ സസ്തനി ചോദിച്ചാൽ നീലത്തിമിംഗലമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടും PYQ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമാണ് വെയിൽ ഷാർക്ക്. ഏറ്റവും വലിയ സസ്തനിയാണ് നീലത്തിമിംഗലം. മത്സ്യം വളർത്തലിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്? പിസികൾച്ചറാണ് മത്സ്യം വളർത്തലിനെ കുറിച്ചുള്ള പഠനം. വിഷപ്പാമ്പുകൾ ഇല്ലാത്ത ദ്വീപ് ഏത്? മഡഗാസ്കർ ആണ് വിഷപ്പാമ്പുകൾ ഇല്ലാത്ത ദ്വീപ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഭാരം എത്ര? 1.5 കിലോ ആണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ ഭാരം. ജപ്പാനീസ് കൊയിൽ എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? കാടപ്പക്ഷിയെയാണ് ജപ്പാനീസ് കൊയിൽ എന്നറിയപ്പെടുന്നത്. കാടപ്പക്ഷിയെയാണ് ജപ്പാനീസ് കൊയിൽ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ആര്? കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദുചൂടനാണ്. ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് ഏത്? ഏറ്റവും നീളമുള്ള പാമ്പ് ഏത്? റെട്ടിക്കുലേറ്റഡ് പൈത്തൺ ആണ് ഏറ്റവും നീളമുള്ള പാമ്പ്. റെട്ടിക്കുലേറ്റസ് പൈത്തൺ ആണ് ലോകത്തെ ഏറ്റവും നീളമുള്ള പാമ്പ്. DNA ചുറ്റുപണി മാതൃക അവതരിപ്പിച്ചത് ആര്? വാട്സണും ക്രിക്കുമാണ് DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത്. നിശ്വാസവായുവിൽ ജലബാഷ്പം എത്ര ശതമാനമാണ്? 3% നിശ്വാസവായുവിലെ ജലബാഷ്പത്തിന്റെ അളവ്. മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏത്? ശകുലങ്ങളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? 13 പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം.
ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായ ലെൻസ് ഏത്? കോൺകേവ് ലെൻസാണ് ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായ ലെൻസ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. ഏത് ഭാഗത്തിന്റെ തകരാറ് കണ്ടുപിടിക്കാനാണ് EEG ഉപയോഗിക്കുന്നത്? മസ്തിഷ്കത്തിലെ തകരാറ് കണ്ടുപിടിക്കാനാണ് EEG ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് ഏത്? സ്പൈനൽ കോഡാണ് ശരീരത്തിൽ കഴുത്തിന് കീഴ്പോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത്. സ്പൈനൽ കോഡ്. കേൾവിക്കുറവ് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓഡിയോ ഫോണാണ് കേൾവിക്കുറവ് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം എത്ര? 300 ഗ്രാമാണ് മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം. ഇലക്ട്രോകാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്ത്? വില്യം ഐന്തോവനാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏതറയിലാണ് എത്തിക്കുന്നത്? വലത് ഓറിക്കിളിൽ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ വലത് ഓറിക്കിളിലാണ് എത്തിക്കുന്നത്. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത്? ട്രിപ്പോനിമ പെലീഡിയമാണ് സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി. ട്രിപ്പോനിമ പെലീഡിയമാണ് സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ച ഡോക്ടറുടെ പേര്? ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത്. മുതിർന്ന മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം എത്ര? 1300 ഗ്രാമിനും 1400 ഗ്രാമിനും ഇടയ്ക്കാണ് മുതിർന്ന മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം. കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്ന വർഷം ഏത്? 2003 കേരളത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത്. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗം ഏത്? ജൈവകണമാണ് സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗം. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം A ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ടെറ്റനിയാണ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? ഗൊണാഡ് ഗ്രന്ഥിയാണ് ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏത്? ബയോട്ടിനാണ് എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം. ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം ഏത്? സിക്കിൾ സെൽ അനീമിയയാണ് ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമായ വൈറസിന്റെ പേര്? ഫ്ലാവി വൈറസ് ആണ് ചിക്കൻഗുനിയ രോഗത്തിന് കാരണമായ വൈറസ്. ഫ്ലാവി വൈറസ്. പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏത്? സിലിക്കോസിസ് ആണ് പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ് ആണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി.
മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? മനുഷ്യനിലെ ക്രോമസോമുകൾ എണ്ണം എത്ര? 23 ജോഡിയാണ് മനുഷ്യനിലെ ക്രോമസോമുകൾ. 23 ജോഡി ക്രോമസോമുകൾ. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ ഏത് രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ്? ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നാണ് സ്ട്രെപ്റ്റോമൈസിൻ. ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏത്? പാൻക്രിയാസ് ആണ് ആമാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ഏത്? ജീവകം സി ആണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏത്? ഏത് രോഗത്തെയാണ് എംഫിസീമ എന്ന രോഗം ബാധിക്കുന്നത്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫിസീമ. ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? കണയാണ് ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ബെറിബെറിയാണ് വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ജീൻ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഹർഗോവിന്ദ് ഖൊരാനയാണ് ജീൻ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏത്? ജീവകം ഇ ആണ് ഹോർമോണായി കണക്കാക്കുന്ന ജീവകം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഡാഷ്. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് DNA. DNA ആണ് ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ. ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏത്? ഫോളിക് ആസിഡ് ആണ് ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം. ഫോളിക് ആസിഡ് ആണ് ശരീരത്തിൽ രക്തത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് പാൻക്രിയാസിനെയാണ്. പാൻക്രിയാസിനെയാണ് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത്. സാർക്കോമ ശരീരത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? അസ്ഥികളെ ബാധിക്കുന്ന ക്യാൻസറാണ് സാർക്കോമ. വൈറ്റമിൻ ബി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്ത്? ഏത് ശാസ്ത്രജ്ഞനാണ് വൈറ്റമിൻ ബി കണ്ടുപിടിച്ചത്? കാസിമർ ഫങ്ക് ആണ് വൈറ്റമിൻ ബി കണ്ടുപിടിച്ചത്. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. ആഹാരങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏത്? ഉളിപ്പല്ലാണ് ആഹാരങ്ങൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏത്? റെറ്റിനോപ്പതിയാണ് പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം. റെറ്റിനോപ്പതിയാണ് പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗം. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. പ്രോട്ടീനിലെ അടിസ്ഥാന ഘടകം ഏത്? അമിനോ ആസിഡ് ആണ് പ്രോട്ടീനിലെ അടിസ്ഥാന ഘടകം. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏത്? കേസിനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. ആർത്രൈറ്റിസ് ശരീരത്തിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? സന്ധികളെയാണ് ആർത്രൈറ്റിസ് ബാധിക്കുന്നത്.
പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? 33 നട്ടെല്ലിലെ കശേരുക്കൾ. അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗം ഏത്? ഓസ്റ്റിയോപൊറോസിസ് ആണ് അസ്ഥികോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാകുന്ന രോഗം. ഓസ്റ്റിയോപൊറോസിസ്. ഏറ്റവും വലിയ പേശി ഏത്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും വലിയ പേശി. നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഏത്? കൈഫോസിസ് ആണ് നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ. കൈഫോസിസ് ആണ് നട്ടെല്ല് കൂടുതൽ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥ. സ്കാപ്പുല എന്ന അസ്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തോളിന്റെ പുറകുവശത്തുള്ള അസ്ഥിയാണ് സ്കാപ്പുല. തോളിന്റെ പുറകുവശത്തുള്ള അസ്ഥിയാണ് സ്കാപ്പുല. പ്രായപൂർത്തിയായ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണും? 5 മുതൽ 6 ലിറ്റർ വരെയാണ് ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തത്തിന്റെ അളവ്. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? പ്ലൂറയാണ് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ചുവന്ന രക്താണുക്കൾ. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്ര? 4 ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില. എ, ബി, ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് എ, ബി, ഒ എന്നീ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? 65% മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ്. മാംസ്യസംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംശം ഏത്? റൈബോസോം ആണ് മാംസ്യസംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംശം. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. കോശത്തിന്റെ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ. മനുഷ്യ ശരീരത്തിൽ കൂടുതലായി കാണുന്ന ധാതു ഏത്? കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ കൂടുതലായി കാണുന്ന ധാതു. മനുഷ്യ ശരീരത്തിൽ കൂടുതലായി കാണുന്ന മൂലകം ഏത്? ഓക്സിജനാണ് മനുഷ്യ ശരീരത്തിൽ കൂടുതലായി കാണുന്ന മൂലകം. DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ഡീഓക്സിറൈബോസ് ആണ് DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ഡീഓക്സിറൈബോസ് ആണ് DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. DNA-യിൽ അടങ്ങിയിട്ടില്ലാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൻ ആണ് DNA-യിൽ അടങ്ങിയിട്ടില്ലാത്ത നൈട്രജൻ ബേസ്. കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? ആർട്ടിക് ടേൺ ആണ് കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത്? സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. സെറിബ്രം തന്നെയാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗവും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് SCERT പാഠഭാഗങ്ങളിൽ നിന്നും ബയോളജി ബേസ് ചെയ്തിട്ട് ബയോളജിയിൽ നിന്നും SCERT ചോദിച്ചിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ
ചോദ്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്